എൻ്റെ പേരറിയാലോ, ഗോപിനാഥൻ മേനോൻ. ചെറിയൊരു ടെൻഷനുണ്ട്, എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. നാട്ടിൻപുറത്തൊരു നായർ തറവാട്ടിൽ ജനിച്ച് വളരെ ഡ്യൂട്ടിഫുള്ളായിട്ട് അമ്മാവൻ്റെ മോളെ പ്രേമിക്കുകയും ചെയ്തു. കല്യാണം കഴിക്കാൻ സാധിച്ചില്ല. എൻജിനീയറാണ് ബൈ പ്രൊഫഷൻ. ഇന്ത്യയിലെ പല നഗരങ്ങളിലും ജോലി നോക്കി. ഇപ്പോൾ ഇവിടെ ഈ നഗരത്തിലാണ്. എന്നാലും മനസ്സുകൊണ്ടൊരു നാട്ടിൻപുറത്തുകാരനാ, ശീലങ്ങളിലും ടേസ്റ്റിലും. രേണുവയ്ക്ക് ഈ നാട്ടിൻപുറം ഒരു തമാശയായിട്ട് തോന്നണ്ടാവില്ലേ? എനിക്ക് നാട്ടിൻപുറം എന്നൊക്കെ പറയണത് സീരിയൽ കണ്ടുള്ള പരിചയമുള്ളൂ. നാട്ടിൻപുറം അങ്ങനെ ഒരു അന്യപ്രദേശമൊന്നുമല്ല. വാസ്തവത്തിൽ അത് പുറത്തുനിന്ന് കാണുന്ന കാഴ്ചയല്ല, ഒരു ജീവിത രീതിയാണത്. അതെവിടെയും ഏത് നഗരത്തിലും നമുക്ക് കൊണ്ട് നടക്കാം. നാട്ടിൻപുറം ഓ, അങ്ങനെയൊന്നുമില്ല. രേണുക്ക് ഏതായാലും ഞാനെൻ്റെ നാട്ടിൽ കൊണ്ടുപോകാം. യു വിൽ ലൈക്ക് ഇറ്റ്. യു മേ ഈവൻ റൈറ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങൾ ക്രിയേറ്റീവ് റൈറ്റേഴ്സിന് എവിടെന്നാ പ്രചോദനം കിട്ടുകയെന്ന് അറിയില്ല. ഞാനത്ര ക്രിയേറ്റീവ് ഒന്നുമല്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുന്ന മാത്രം. അത്ര നിസ്സാരാക്കണ്ട. ഐ ഹാവ് റെഡി. ഓ, പെണ്ണ് കാണലെന്ന ചടങ്ങിനാണ് ഞാൻ വന്നതെന്ന കാര്യം തന്നെ മറന്നുപോയി. ഓക്കെ, നമുക്കിനി കാണാം. ബൈ. ഏതായാലും നമ്മൾ വിവാഹത്തിനാവാൻ തീരുമാനിച്ചല്ലോ അല്ലേ? രേണു, നീ എന്താ ആലോചിച്ചിരിക്കുന്ന മോളെ? എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ചേച്ചി. മനുഷ്യരുടെ ജീവിതമല്ലേ മോളെ, അതൊരടഞ്ഞ പുസ്തകം പോലെയാ. അങ്ങനെ സ്വയം അടച്ചു പിടിച്ച് നിൽക്കുന്ന ഒരാളുടെ ചളിപ്പല്ല ഞാൻ അയാൾ കണ്ടത്. വളരെ ബ്രൈറ്റായ ഒരാൾ. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് അയാളോട് ഒരടുപ്പം തോന്നി. എൻ്റെ കല്യാണം മുടങ്ങിയതിൻ്റെ പ്രയാസമല്ല എനിക്ക്. അങ്ങനെ ഒരു മനുഷ്യൻ എന്തിനു സ്വയം ഇല്ലാതായി? ഐ വോണ്ട് ടു നോ ദാറ്റ്. നീ ഇനിയിപ്പോൾ റിസർച്ച് ചെയ്ത് പുസ്തകം എഴുതാൻ പോവാ? വാ, വന്ന് കാപ്പ് കുടിക്ക്. അച്ഛനും അമ്മയും ഒരു വക കഴിച്ചിട്ടില്ല. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയേ ഇങ്ങനെ കൂനി പിടിച്ചിരിക്കാൻ? നിന്റെ വിവാഹം മുടങ്ങിയതിൽ പിന്നെ ഞങ്ങളെന്താ സന്തോഷിക്കുക വേണ്ടത്? അച്ഛാ, നമ്മളുടെ ആരുടെയും കുഴപ്പം കൊണ്ടൊന്നുമല്ലോ കല്യാണം മുടങ്ങിയത്. എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ച ഒരാൾ ഏതോ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തു. അതിന് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഇത് നീ കരുതുന്ന പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല മോളെ. ഒരു പെണ്ണിൻ്റെ കല്യാണം മുടങ്ങി ചെക്കൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ വെളിയിൽ അറിയുമ്പോൾ അതിന് വേറെ അർത്ഥങ്ങളുണ്ടാവും. മനസ്സിലായി. ആ പെണ്ണിന് എന്തോ ശാപം ഉണ്ടെന്ന് പറയാം ആൾക്കാർ. ഭഗവാനെ,
മോളെ രേണു, നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. വൈ? ഈ ബുദ്ധി അയാൾക്ക് കല്യാണത്തിന് ശേഷം തോന്നിയതെങ്കിലോ? നിന്റെ ജീവിതം പോക്കാവൂലായിരുന്നോ? ഇന്ന് കാലത്ത് ചേച്ചി ചോദിച്ചു, നീ ഇനിയിപ്പോൾ അയാളെ പറ്റി പുസ്തകം എഴുതാൻ പോവാണോന്ന്. പക്ഷേ ഐ ഡോണ്ട് നോ, പുസ്തകം എഴുതുമോ ഇല്ലയോ എനിക്കതറിയണം. അയാൾ എന്തിനാ ആത്മഹത്യ ചെയ്തേ? പറഞ്ഞിട്ടെന്താ? ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. നിങ്ങളവിടെ പോയിരുന്നു ആ നേരത്ത്? ആ, നിങ്ങൾ എവിടെയായിരുന്നാ പറഞ്ഞത്? പണ്ടാരടങ്ങാനായിട്ട് ഞാനൊന്ന് നാട്ടിൽ പോയതാ, ഇവൻ പറഞ്ഞിട്ട് തന്നെ. ഈ കുട്ടിയെ നല്ല മുഖപരിചയമുണ്ടല്ലോ. ഇത്ര നേരം കഴിഞ്ഞിട്ടും ആളെ മനസ്സിലായില്ലല്ലേ? ഇതെന്റെ ഭാര്യയുടെ അനുജത്തിയല്ലേ? അതുകൊണ്ട് ഐ, ഈ കുട്ടിയല്ലേ മിസ്റ്റർ ഗോപിനാഥ മേനോൻ ആലോചിച്ചത്? ആ, ഇപ്പൊ മനസ്സിലായി. മിസ്റ്റർ ഗോപിനാഥ മേനോന് കുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഹൈ, ലഡ്ഡു കഴിക്കണില്ലേ? മധുരം പാടില്ലേ? ഓ, പോയി സംസാരിച്ചിട്ട് വാ. അമ്മാവന് വല്ലൊരു മണ്ണാങ്കട്ടയല്ല മോളെ. ഇവന്റെ അമ്മയ്ക്ക് ഒരു അനാഥ കുഞ്ഞിനോട് സഹതാപം തോന്നി എടുത്തു വളർത്തി. അതാ ഞാൻ. ഇവൻ കുഞ്ഞായിരുന്നപ്പോ എന്നെ കുട്ടമ്മാന്ന് വിളിച്ചു. അങ്ങനെയാ ഞാൻ കുട്ടമ്മാവനായത്. ശരിക്കുള്ള പേര് വേറെയുണ്ട്. ഇതാ ഏതാണ്ട് ഇതിന്റെയൊക്കെ പോലെ തന്നെ. ഇതിന്റെ പേരെന്താന്നാ പറഞ്ഞത്? ഗോപി മോഹൻ തമ്പി. ഇത് വീരഭദ്രൻ നായർ. ഞാൻ പോലും ആ പേര് മറന്നു. ഞാനൊരു പാവമാ കുഞ്ഞേ, പക്ഷേ ഇടയ്ക്ക് എനിക്ക് ചില കയ്യബദ്ധങ്ങൾ പറ്റും. എടോ അവിടെ നിന്നേ. നിന്റെയൊന്നും ഔദാര്യം കൊണ്ടല്ലല്ലോ ഞാനിതുവരെ ജീവിച്ചു പോകുന്നത്. പിന്നെ നിനക്ക് എന്താ എനിക്കൊരു കള്ള് വാങ്ങി തന്നാൽ? അങ്ങനെ ഇപ്പൊ എന്റെ കാശ് കൊണ്ട് താൻ അടിച്ച് പൂസാവണ്ട. എടാ, നിന്റെ തന്തയോട് ചോദിച്ചാൽ കള്ള് മേടിച്ചിരും. പിന്നെയാണോ നീയേ തന്തയ്ക്ക് വിളിക്കുന്നോടാ? എന്നെ തല്ലിയോടാ നീയേ? എന്തായി കാട്ടണേ? അടിക്കരുത്, എന്റെ ആകെയുള്ള അമ്മാവനാ. കുട്ടമ്മാവാ, താനിവിടെ ഉള്ളിടത്തോളം കാലം ഈ നാട്ടിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാന്നുള്ള മോഹം വെറുതെ. മോനെ, അതിന് പരുക്കുകളൊന്നും അപകടമുള്ളതല്ലല്ലോ. അമ്മാവനായതുകൊണ്ട് പറയല്ല, താൻ പണ്ടാറടങ്ങുള്ളൂ. ഒരു പ്രത്യേകതരം സ്നേഹമായിരുന്നു അവൻ എന്നോട്. വണ്ടി വിടറോ കുഞ്ഞെ. അവൻ പോയതോടെ എനിക്കാരുമില്ലാതായി.
കുട്ടി ഞാനൊന്ന് വായനശാല വരെ പോയിട്ട് ആ കുട്ടിയും കൂട്ടി വരണ വഴിക്കും അടിച്ചുവോ? ഛേ, ഒരു വേദാന്തി. മോളിരിക്കൂ, ഞാൻ ചായ എടുക്കാം. ചേച്ചി, ഹായ്, ഇത് നിനക്കിപ്പോ എവിടുന്ന് കിട്ടിയേ? അതൊക്കെ കിട്ടി. ഞങ്ങളുടെ ആകെ ഉള്ളൊരു ഫോട്ടോയാ അത്. ആണോ? ആ, അതിങ്ങെടുത്താ. അതെ, ഇത് മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി പാടത്ത് വെച്ചോട്ടെ. പോടാ അവിടുന്ന്. ഡാ, ഇങ്ങോട്ട് തരാം. ഇവനെ ഇന്ന് ഞാൻ. ഡാ, ഗോപി. പാടത്ത് കിളികൾക്ക് ചിരിക്കാനാ. എടാ ഗോപി, അതിവിടെ തരാൻ. ശ്ശോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവൻ വരുമ്പോഴല്ലേ ഇവിടെ ഇങ്ങനെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവുള്ളൂ വിശാലം. അതുകൊണ്ട് എന്നെ ഇവനോട് അടങ്ങിയിരിക്കാൻ പറയണേ. ഇവൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം അങ്ങോട്ട് പോവും. പിന്നെ ഇവിടെ പഴയതിലും നിശബ്ദാവും. അമ്മേ, ഷൂ ഷൂ. ആ എന്നാ താടെ ഇങ്ങോട്ട്. ഭർത്താവിന്റെ നല്ല മീശ കേട്ടോ. എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ? ആ, വഞ്ചി കടിച്ചു പിടിച്ചങ്ങനെ പോലെ. പോടാ അവിടുന്ന്. കുട്ടികളില്ലാത്തതിന്റെ വിഷമം അവനെ കാണുമ്പോഴാണ് ഞാൻ മറക്കുക. അവനെയാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നതായിട്ട് കൂടി ഞാൻ കണ്ടിട്ടില്ല. അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നതാ ശ്രീദേവിയെ, ഞങ്ങളുടെ അമ്മാവിൻ്റെ മോള്. അവൾ അവനുള്ളതാണെന്ന് എല്ലാവരും തീരുമാനിച്ചിരുന്നതുമാണ്. എന്നിട്ടും അവൾ വേറൊരാളെ വിവാഹം കഴിച്ചപ്പോൾ അവനതിന് നിലവിളിക്കാനൊന്നും പോയില്ല.